പിങ്കി എവിടെ? അവള് രാവിലെ വന്നതിന് ശേഷം പിന്നെ ഈ ഏരിയ കണ്ടിട്ടില്ല. ആ എങ്ങനെ വരും? അത്ര നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ. എടി കൊറേ ആയിടി കളിയാക്കിട്ട് മതി, നിർത്തിക്കും. ഇല്ല അമ്മ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് എനിക്ക് വീട് കിട്ടിയ തുറുപ്പ് ചീട്ടാണ്. എന്ത് ചെയ്യാൻ പോണ്? എന്ത് ചെയ്യാൻ പോണെന്ന അമ്മ കണ്ടോ? അവസാനം തുറപ്പിച്ചിട്ടെന്നും പറഞ്ഞ് കൊറേ കളിയാക്കിയിട്ട് അവളുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ചോണ്ട് വന്നിട്ട് എന്റെ അടുത്ത് വല്ല കുറ്റം പറഞ്ഞോണ്ട് വന്നാൽ എന്റെ ഒന്നും കിട്ടും നിനക്ക്. അങ്ങനെ ഒന്നും സംഭവിക്കൂല അമ്മ. അത്ര നാണം കെട്ട് നിൽക്കുകയാണ് അവള്. അവിടെ തിരിച്ച് ഒരു മറുപടി പോലും അവള് പറയാൻ പോകുന്നില്ല. എനിക്ക് ചായ വേണ്ടേ? നാട്ടു വെച്ചേക്കണം. പഞ്ചാര ഇട്ടിട്ടില്ലേ? ഇട്ടില്ലേ? നന്നായി. എന്റെ 2 കിലോ കൂടിയിരിക്കുക. ഞാൻ എങ്ങനെ കുറയ്ക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ഇനി പഴയതുപോലെ ബോക്സിംഗ് ഒക്കെ ഒന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നീ പറച്ചില് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യണില്ല കേട്ടോ. ആ ഞാൻ ചെയ്യും. നിനക്ക് വേറെ ചിന്തയില്ലേ ഇപ്പൊ? വേറെന്ത് ചിന്ത? 24 മണിക്കൂർ മൊബൈലും പിടിച്ചോണ്ടിരിക്കില്ലല്ലേ. വർക്കൗട്ട് ചെയ്യാനുള്ള സമയത്ത് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ഒക്കെ ചെയ്യാം. അമ്മ ഇപ്പൊ കണ്ടോ? താങ്ക് യു. എന്റെ ഫോൺ എവിടെ? മണിയായി. ഓ മക്കളെ ഒരു ചായ ഇതാ മക്കളെ. അമ്മ മൊബൈൽ നോക്കിയിരിക്കണേ. ഞാൻ മൊബൈൽ എടുക്കുമ്പോഴല്ലേ അപ്പൂന് പ്രശ്നമുള്ളൂ. നീ എപ്പോഴാണ് മൊബൈൽ എടുക്കാതെ ഇരിക്കുന്നത്? ഒന്നും പറയണില്ല. ചായ. അയ്യോ എന്റെ ചായ എവിടെ പോയി? ചായ ആവിയായി പോയി. ചായ എവിടെ പോയിന്നാ? ചായ എടുത്ത് കുടിച്ചാ നീ അറിഞ്ഞില്ലേ? ആര് കുടിച്ച്? ഞാൻ കുടിച്ചില്ല. നേരത്തെ അവിടെ ഇരുന്ന് ഊതിയിരിക്കുന്നുണ്ട്. അത് ചൂടായോണ്ട് ഊതി ഇരുന്ന്. പക്ഷെ ഞാൻ ചായ കുടിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ മൊബൈലിൽ നോക്കി പെണ്ണിന്റെ തലയിലൊന്നുമില്ല, ബോധം പോയി. സത്യം കേട്ടോ. അയ്യോ അമ്മ സത്യമായിട്ട് ഞാൻ കുടിച്ചില്ല. അമ്മ അമ്മയെങ്കിലും വിശ്വസിക്ക്. പിന്നെ നിന്റെ ചായ എവിടെ പോയി? നിനക്ക് ചായ കൂടി വേണമെങ്കിൽ പറഞ്ഞാ പോരെ, ഞാൻ ഇട്ടൂല്ലേ. എന്തോ പ്രശ്നം? അവളെ ചായ കാണാനില്ലെന്ന്. ചായ കാണല്ലേ? ആവിയായി പോയി. ചായ കാണാനില്ലെന്ന് കള്ളി കുടിച്ചിട്ട് കളത്തിനാ പറഞ്ഞത്. ഞാൻ എന്തിനാ കള്ളം പറയണേ? മതി വഴക്കുണ്ടാക്കട്ടെ നിങ്ങൾ തമ്മില്. ഇവക്ക് തീരെ ബോധമില്ല കേട്ടാ. എടി എവിടെ നോക്കി ഇടുന്നിരിക്കണത്? എനിക്ക് ചായ വേണ്ട, ഒന്നും വേണ്ട. ചായ മൊത്തം കുടിച്ച് ചായ വേണ്ടേ? തുപ്പടേ ചായ വല്ല വിളിച്ചു പറയേ. കണ്ടോ റിങ്കിക്ക് ഈ ഇടായിട്ട് മൊബൈൽ യൂസ് കൂടി വരാണ്. അമ്മ ശ്രദ്ധിച്ചില്ലേ? തന്നെ ഭയങ്കര കൂടുതലും. ഈ പോക്ക് പോയണ്ടല്ലേ, പെണ്ണ് പോക്ക് മുതലാണ്. ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ ശരിയാക്കി തരാം. അവളെ മൊബൈൽ യൂസ് ഒക്കെ കുറച്ചു തരാം. കൂട്ടി വെക്കണം. അത് ഞാൻ എന്തോ ചെയ്യണം തീരുമാനിച്ചോളാം. ചേച്ചി എന്തുവാടി? ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അങ്ങനെ തന്നെ തോന്നുന്നു. ആണോ? ആ നിനക്കിപ്പോ എന്തോ വേണം? നല്ല തല. നല്ല തലയെങ്കിൽ അങ്ങ് വെച്ചോണ്ടിരി. ഓ അവിടെ നിന്ന് എന്തൊരു ദേഷ്യം ചേച്ചിക്ക്. എനിക്ക് ദേഷ്യം തന്നെ. മോളെ മക്കളെ ഇറങ്ങി അച്ഛന്റെ ഈ ഷർട്ട് ഒന്ന് പെട്ടെന്ന് തേച്ചാ മോളെ. അതെ രാംകുമാർ സാറ് വിളിച്ച് സാറ് പറഞ്ഞ് പഴയ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട്, അപ്പൊ ഒന്ന് പോണെന്ന്. ഞാൻ പോണ്. എല്ലാവരും ഉണ്ട്, അച്ഛന്റെ പഴയ ബ്രാഞ്ചിലെ ആൾക്കാരെല്ലാം. ഇത് ഈ ചുളുക്കൊക്കെ മാറ്റി തരാം കേട്ടാ. നീ തേക്കണ്ട, അവള് തേക്കും. നീ തേച്ച ശരിയാവൂല. അതെ മകളെ പെട്ടെന്ന് വേണം. ഓക്കെ
കണ്ടില്ലേടി, മൂത്ത മോള് വേണം എല്ലാത്തിനും അച്ഛനും അമ്മയ്ക്കും. നിന്നൊക്കെ എന്തിനു കൊള്ളാം. ഒരു ഡ്രസ്സ് തേക്കണമെങ്കിൽ എന്റെ അടുത്താണ് പറഞ്ഞത്. മാറോട്. ചേട്ടാ കാണിച്ചേരാ കാണിച്ചേ. ഹലോ, ഹലോ, പറ. കേക്കുന്നില്ല. ഓ, ഇവിടെ റേഞ്ച് കുറവാ. എന്താണ്? ഇല്ല, ഞാൻ നാളെ വരും. ഓക്കെ, നാളെ കാണാം. ശരി. ഞാൻ ഇപ്പൊ ഒരു ജോലി നിൽക്കാം, ഞാൻ വിളിക്കാടാ. ഓക്കെ. ഇതെന്താ ചൂടാവാത്ത? ചീത്തായ വെയിറ്റ് ചെയ്യാം. അവളെ BTS തിരുവാതിര ഗ്രൂപ്പ് മുഴുവൻ. മക്കളെ മോളെ തേച്ചാ? ഇല്ല അച്ഛാ, ഇത് ചൂടാവണില്ല. അത് നോക്കിയേ, ഇത്ര നേരമായെന്നറിയോ? ചീത്തായി പോയോ എന്തോ? അയ്യോ, ഭക്ഷണമായിപ്പോല്ലോ. അവര് അവിടെ വെയിറ്റ് ചെയ്യാണ്. ചീത്തായി പോയ മോളെ, ഇത് ചൂടാവണമെങ്കിൽ ആദ്യം ആ സ്വിച്ച് ഓൺ ചെയ്യണം. മനസ്സിലായോ? ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കി അച്ഛാ. എപ്പോ? പിന്നെ ആരും ഓഫ് ചെയ്തത്? ആരും ഓഫ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത് ഓൺ ആക്കിയിട്ടാണ് ഇത് ചൂടാക്കാൻ വെച്ചാൽ എനിക്കൊരു കോൾ വന്നായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി. എന്റെ റിംഗ് നിനക്ക് ഭയങ്കി, നീ എന്നോട് പറഞ്ഞാൽ ഞാൻ മണിയെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നല്ലോ. അച്ഛൻ, എനിക്ക് ചെയ്യേണ്ടത് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഓൺ ആക്കിയതാണ്. പിന്നെ ഇതെങ്ങനെ? നീ ഓൺ ആക്കിയതല്ല, നീ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ നീ ഫോൺ ചെയ്തോണ്ടിരിക്കല്ലാ. എന്ത് പ്രശ്നം മോളെ, ഞാൻ ഇത് തേക്കാൻ കൊടുത്ത് ഇവള് ഈ സ്വിച്ച് ഓൺ ചെയ്തില്ല. എന്നിട്ട് പറയണേ അയൺ ബോക്സ് കംപ്ലൈന്റ് ആണെന്ന്. എന്റെ റിങ്കി, നിനക്ക് വന്ന് തീരെ സ്ഥലകാല ബോധമില്ല. നീ എന്ത് വടി കാണിക്കുന്നേ? എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ ഇത് ഓൺ ആക്കിയിട്ടാണ് പോയത്. നീ കള്ളം പറയല്ലേ കേട്ടാ? ഞാൻ എന്തിനു കള്ളം പറയണ അച്ഛാ? പിന്നെ അവൾക്ക് തേക്കാൻ പോയി, അവള് ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു. അച്ഛനെ നീ ആദ്യമേ പറഞ്ഞോ ഞാൻ തേച്ചു തരാന്ന്. ഈ ബോധമില്ലാത്തവളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. മോള് തേക്ക്. അച്ഛൻ, ഞാൻ മോള് തേക്ക്. തുളുക്കൊക്കെ മാറണേ. കളിച്ചോണ്ടിരിക്കുന്നു പാവം എന്റെ അച്ഛൻ. അല്ലേലും എനിക്ക് അറിയണം, അവസാനം എന്റെ അച്ഛന് ഞാനേ പ്രയോജനം വരും. രാംകുമാർ സാർ. ഹലോ സാർ, നമസ്കാരം. അതെയോ? കുഴപ്പമില്ല സാർ, നാളെ ആവാം. സുമലതയ്ക്കും രതീഷിനും. ഓക്കെ. ആയിക്കോട്ടെ സാർ. ശരി. ഓക്കെ സാർ, ഞാൻ രാവിലെ തന്നെ സാറിനെ വിളിക്കാം. അത് മോളെ ഇനി തേക്കണ്ട. അത് സുമലത ആന്റിക്കും രതീഷിനും ഇന്ന് ബുദ്ധിമുട്ട് എന്തുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇന്ന് കൂടി കാണുന്നില്ല എല്ലാവരും. രാംകുമാർ സാർ പറഞ്ഞ് നാളെ ആവാന്ന്. അപ്പൊ ഇനി മോളിപ്പോ തേക്കണ്ട, പയ്യെ തേക്കാം. അത് കുഴപ്പമില്ല, എന്തായാലും ഞാൻ തേച്ച് വെച്ചേക്കാം. ചക്കര എന്നാ തേക്കേ, കത്തിച്ച് കളയല്. അടുത്ത പണി കൊടുക്കാം.